ഹലോ, പുതിയ ഒരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് കണ്ടന്റ് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഫസ്റ്റ് ടൈം ആണ് വ്ലോഗ് ചെയ്യുന്നത്. എനിക്ക് അതിൻ്റേതായിട്ട് ഒരുപാട് ടെൻഷനുണ്ട്. എങ്ങനെ പറയണം, എങ്ങനെ നിങ്ങൾ എന്താണ് അവതരിപ്പിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം വ്ലോഗ് തന്നെയാണ്. എനിക്ക് അങ്ങനെ ഞാൻ ഷോർട്സ് വീഡിയോസായിട്ട് ടിക്ടോക്ക് പോലത്തൊക്കെ ചെറുതായിട്ടൊക്കെ ഇടും, ഒരു കോമഡി പോലെ. അതിന് 2.1K അതൊക്കെ ഉള്ളു വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊക്കെ വ്ളോഗും കൂടി ഒന്ന് ചെയ്യാം എന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം ഞാൻ വെച്ചാൽ ഡേ മൈ ലൈഫ് ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അത് പിന്നെ 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 പ്ലാൻ അങ്ങ് പോയി. കാരണം ഞാൻ വിചാരിച്ചു ഡേ മൈ ലൈഫ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് എല്ലാത്തിനും കുറച്ച് തിരക്കൊക്കെ കാരണം എനിക്കതൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് ഈവനിങ് ആയിട്ട് പുറത്ത് പോകാനൊന്നും പറ്റില്ല, മഴയാണ്. അവിടെയൊക്കെ മഴയുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ കുറച്ച് സ്നാക്സ് അതേപോലത്തെയൊക്കെ പുറത്തോട്ടൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഉള്ളൊരു ഈവനിങ് വ്ളോഗാണ്. ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ സമയം 5:15. അപ്പോൾ ഇന്ന് അമ്മൂമ്മ എനിക്ക് പാലുണ്ടാക്കി, ചായ പക്ഷെ പാലായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാനാണ് ചായ ഉണ്ടാക്കുക. ചായയല്ല, പാല, പക്ഷെ നല്ല അതിനകത്ത് ഇച്ചിരി തേയിലയിടും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം, വാ. അപ്പോൾ എൻ്റെ അമ്മൂമ്മ എനിക്ക് പാലുണ്ടാക്കുക, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് എനിക്കിതുവരെ ചായ ഉണ്ടാക്കുവാൻ അറിയില്ല. അപ്പം അതെനിക്ക് പഠിപ്പിച്ച് തരികയാണ്. അമ്മൂമ്മ വരുന്നുണ്ട്. അമ്മൂമ്മ എനിക്ക് പാലും കൊണ്ടാണ് വരുന്നത്. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സ്റ്റൗ ഓൺ ചെയ്തില്ല, സ്റ്റൗ ഓൺ ചെയ്തില്ല. ബാക്കി ഞാൻ ചെയ്യട്ടെ. ഇച്ചിരി വെള്ളം, ശകല വെള്ളം. ഓക്കെ. ഓക്കെ ഗൈസ്, ഇപ്പം പാലുണ്ടാക്കാൻ വേണ്ടിയുള്ള കുറച്ച് ഒരു പണിയാണ്, ഒരു പരീക്ഷണം കൊണ്ട് എൻ്റെ അമ്മൂമ്മ എനിക്ക് തന്നിരിക്കുന്നത്. ആ ഒരു ടാസ്ക് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയും ഈ പാലൊന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞിട്ട് പഞ്ചസാരയും തേയിലയൊക്കെ ഇടണം. അതിന് ഒരു 10 മിനിറ്റ് ഇത് നിൽക്കണം, കാരണം ഇത് തിളയ്ക്കാൻ വേണ്ടി. സോറി ഗൈസ്, 10 മിനിറ്റ് അല്ല, ഒരു അരമണിക്കൂർ മതി കേട്ടോ. അരയാണോ അമ്മൂമ്മ? അരമണിക്കൂർ വേണോ അതോ അര വേണോ? എത്ര മിനിറ്റ് വേണം? മേലോട്ട് തിളയ്ക്കുന്നത് വരെ. ഓക്കെ, അമ്മൂമ്മ മുകളിലോട്ട് തിളയ്ക്കുന്നത് വരെയും വെയിറ്റ് ചെയ്യണം. അമ്മൂമ്മ ഇച്ചിരി ഭയങ്കര ഷോയ. അപ്പോൾ അതെ, ഞങ്ങളുടെ അടുക്കളയിലാണ്. ഇത് ഞങ്ങളുടെ അടുക്കളയാ. അപ്പോൾ അമ്മൂമ്മയാണ് മെയിൻ കുക്ക്. എല്ലാം ഉണ്ടാക്കാനൊക്കെ എൻ്റെ അമ്മൂമ്മയ്ക്ക് അറിയാം. നല്ല തേങ്ങ ചട്നി, അതേപോലെ എന്തൊക്കെ ഉണ്ടാക്കും, മുട്ട ഉണ്ടാക്കും അങ്ങനെ. പക്ഷേ അമ്മൂമ്മ ഒരു മൂഡ് വേണം അമ്മൂമ്മയ്ക്ക് ഉണ്ടാക്കാം. പക്ഷെ എപ്പോഴും ഇതാണ് മടിയാണ് കാരണം. അമ്മൂമ്മക്ക് മടിയാണ് കാരണം. ഒന്നും പക്ഷെ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ എല്ലാത്തിനും നല്ല മടിയാണ്. അമ്മൂമ്മ ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതൊന്ന് തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. ഗൈസ്, ഇതാണ് എൻ്റെ അമ്മൂമ്മ. സുധ എന്നാണ് പേര്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ തേയിലയൊക്കെ ഇട്ടു. അപ്പൊ നമുക്ക് പഞ്ചസാരയും കൂടി ഇടാം, വാ. അങ്ങോട്ട് അങ്ങ് താഴോട്ട് വീഴും. അല്ലെങ്കിൽ ഒരു തവി വേണം. പഞ്ചാര
അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ പഠിച്ചു. ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കും, പക്ഷേ എന്താണ് ആദ്യം ചായ ഉണ്ടാക്കാൻ എനിക്കറിയാം, പക്ഷെ എല്ലാം ചിലപ്പോൾ പാളിയൊക്കെ പോവും. ഇപ്പം നല്ലത് അമ്മമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചായ റെഡിയാക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം തിളയ്ക്കുന്നത് വരെ. പിന്നെ മഴയൊക്കെ അപ്പോൾ മഴയെ നല്ല ചൂട് ചായയും കൂടെ കുടിക്കാൻ പക്ഷേ കടിയൊന്നുമില്ല. കടി മുമ്പേ തീർന്നു, കാരണം ഉപ്പേരി ഉണ്ടായിരുന്നു, അത് മുമ്പേ കഴിച്ചു. അപ്പോൾ ഇന്ന് ചായ മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസമൊന്നും ചായ ഉണ്ടാക്കത്തില്ല, ആഴ്ചയിലല്ല, 2 ദിവസങ്ങളിൽ മാത്രമേ ചായ ഉണ്ടാക്കി തരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചായ ഒന്ന് തിളക്കട്ടെ. ഓക്കെ, അപ്പോൾ അതെ ചായ തിളച്ചു. അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ എന്താ അധികമായിട്ടൊന്നും പറയാൻ എനിക്ക് അറിയില്ല. അപ്പോൾ ഒരു ചെറിയ ഞാൻ പറഞ്ഞൊരു കുഞ്ഞൊരു വ്ളോഗാണ്, ഒരു ഈവനിങ് വ്ളോഗ് പോലത്തെ ഒരു വ്ളോഗ്. അപ്പോൾ ഇനിയും ചായ കുടിച്ചിട്ട് എനിക്ക് വിളക്ക് കത്തിക്കണം. എൻ്റെ വീടിൻ്റെ അടുത്തൊരു കാവുണ്ട്, വീട്ടിൽ എൻ്റെ സ്വന്തം കുടുംബക്കാവ. അപ്പോൾ അവിടെ വിളക്ക് കത്തിക്കണം. ഇനി അതിൻ്റെ പരിപാടിയില്ല, പക്ഷേ മഴ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം നല്ല മഴയാണ്. എന്താണ് ക്യാമറയിൽ കൂടി കാണാവോ എന്ന് എനിക്കറിയില്ല, കാരണം അത്രയും വെട്ടം കുറവാണ്. കണ്ട നല്ല മഴയാണ്. പിന്നെ എനിക്കിച്ചിരി ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട്, നല്ല രസമാണ്. പക്ഷേ ലവ് ബേർഡ്സ്, ഇത് എൻ്റെ ലവ് ബേർഡ്സാണ്, പക്ഷേ അവരങ്ങ് ഉള്ളിലാണ്. ഇതേപോലത്തെ ഒരു ജസ്റ്റ് ഞാൻ ഷീറ്റ് വെച്ചിരിക്കുക. കാരണം എന്ന് വെച്ചാൽ എന്താ അപ്പോൾ ഇച്ചിരി എന്താണ് കൂട് മറച്ച് വെച്ചേക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കളറാന്തൽ എന്ന് പറയുന്ന ഒരു കിളിയുണ്ട്. ഈ കിളി ലവ് ബേർഡ്സിനെ എന്താ കുത്തിക്കൊല്ലും. ഈ ചെറിയപ്പം എന്താ അവരുടെ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അവരുടെ ഈ ചുണ്ട് കൊണ്ട് ആ ഇവിടുത്തെ കൂട് എന്തിനാ കിളിയെ കൊത്തും. അപ്പോൾ അങ്ങനെ എന്താണ് എന്തോ ചെയ്യും, അങ്ങനെ 2 മരിച്ചു പോയി. അപ്പോൾ അത് കാരണമാണ് ലവ് ബേർഡ്സിൻ്റെ കൂടിങ്ങനെ മറച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയൊരു ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ സാധാ ഒരു വ്ളോഗിങ് പോലെയാണ്. പിന്നെ വെറൈറ്റി അങ്ങനെയൊന്നുമില്ല. മഴ കാരണം കുറച്ച് മുമ്പേ ഒന്ന് പുറത്ത് പോയി, കായംകുളം വരെ ഒന്ന് പോയി. പിന്നെ എന്താ വീട്ടിൽ വന്നു. പിന്നെ മഴയൊക്കെ കാരണം പുറത്തൊന്നും പോകാൻ പറ്റിയില്ല. ഇനിയും എൻ്റെ പ്ലാൻ എന്താ, വിളക്ക് കത്തിക്കണം, അത് തന്നെ, പിന്നെ നാമം ജപിക്കണം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ TV, പിന്നെ മൊബൈൽ, അങ്ങനെയൊക്കെ ആണ്. പിന്നെന്താ പറയാ, നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ്, ഷെയർ ചെയ്യുക. ഒരു ചായ, എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഞാൻ കട്ടൻ ചായ എങ്ങനെയൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. ഫസ്റ്റ് ടൈമാണ് പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഫസ്റ്റ് ടൈം. പക്ഷേ അത് ഇച്ചിരി പാളിപ്പോയി, ഞാൻ മുമ്പേ പറഞ്ഞതിന് പാളിപ്പോയി. പിന്നെ ഇപ്പോഴാണ് ഒന്ന് കറക്റ്റായിട്ട് എങ്ങനെയാ, അത് അമ്മമ്മ എനിക്ക് പറഞ്ഞു തന്നത്, എത്ര സ്പൂൺ പഞ്ചസാര, എത്ര സ്പൂൺ തേയില, പാല്, വെള്ളം ഒഴിക്കുക, അങ്ങനെയൊക്കെ. ഞാൻ ആദ്യം ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കത്തിച്ച് സ്റ്റവിൽ വെച്ച് പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് അടുപ്പയിലോട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പാലൊഴിച്ചു. പക്ഷെ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റായിരുന്നു. എനിക്ക് അങ്ങനെയൊക്കെ ചില കൺഫ്യൂഷൻ കാണും, അത് പാളിപ്പ്. പിന്നെ ദോശയൊക്കെ ചൂടും, അങ്ങനെയൊക്കെ ഒരു മോർണിംഗ് വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ ഒരു ദിവസം വരാം. പക്ഷെ ഞാൻ വിചാരിക്കും വ്ളോഗ് ചെയ്യണം, വ്ളോഗ് ചെയ്യാം, ഇടണം. പക്ഷേ എനിക്കൊരു പേടിയാണ്, നിങ്ങൾ എങ്ങനെ അത് വിചാരിക്കും. പിന്നെ എനിക്കൊരു തപ്പലുണ്ട് എങ്ങനെ പറയണം എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞു, എനിക്കൊരു പേടിയുണ്ട്, എനിക്കൊരു തപ്പല, കാരണം എവിടുന്ന് തുടങ്ങണം എന്നുള്ളൊരിത്, എങ്ങനെ നിങ്ങളിത് ഉൾക്കൊള്ളും, അങ്ങനെയൊക്കെ. അത്ര തന്നെ ഉള്ളൂ. ഞാൻ പറഞ്ഞൊരു കുഞ്ഞ് വ്ളോഗിങ് പോലെ.
അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.